ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, അനുഗ്രഹത്തിൻ്റെ പ്രാർത്ഥനയിൽ ബെഡിറ്റ് പ്രയർ ശുശ്രൂഷയിൽ നമ്മൾ പങ്കുചേരുന്നു. ഇന്ന് ഈ പ്രഭാതം മക്കളുടെ അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് ഈ ദിവസങ്ങളിൽ ചൊരിയുന്നില്ല അനുഗ്രഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥനയോടുകൂടി ഈ ശുശ്രൂഷ പങ്കെടുക്കാം. ഇന്നത്തെ മക്കളുടെ എല്ലാ പ്രവർത്തനങ്ങൾ, അവരുടെ എല്ലാ കാത്തിരിപ്പുകൾ, ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ, ഏതെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ, സങ്കടങ്ങളുണ്ടെങ്കിൽ, മക്കളെ ഓർത്ത് മാതാപിതാക്കളായി നമുക്കുണ്ടെങ്കിൽ അതും സമർപ്പിച്ചുകൊണ്ട് മക്കളുടെ നിയോഗങ്ങളെയും നമ്മുടെ നിയോഗങ്ങളെയും ഈശോയുടെ ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ച് ഇത് നമുക്ക് പ്രാർത്ഥിക്കാം. സുഭാഷിതങ്ങളുടെ പുസ്തകം 27-ാം അധ്യായം 10-ാം വചനം. സ്വന്തം സ്നേഹിതനെയും പിതാവിൻ്റെ സ്നേഹിതനെയും പരിത്യജിക്കരുത്. വചനം പറയുന്നു, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, മക്കളുടെ ജീവിതത്തിൽ ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുക. ഇന്നില്ലാതെ പോകുന്നതാണ്, ബന്ധങ്ങൾ അറ്റുപോകുന്നു, പെട്ടെന്ന് ബന്ധങ്ങൾ വിട്ടുമാറുന്നു, സ്നേഹിതരെ കൂടെ നിർത്താൻ പറ്റുന്നില്ല. ചെറിയ കുറവിൽ പോലും അവരെ തള്ളിക്കളയുന്ന സ്വഭാവം നമ്മുടെ മക്കൾക്കുണ്ടെങ്കിൽ, അവരുടെ കണ്ണുനീര് സ്വന്തം ജീവിതത്തിലേക്ക് വീഴ്ത്തുവാൻ ഇടയായിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഒത്തിരി സഹായങ്ങൾ ചെയ്ത പ്രിയപ്പെട്ട സ്നേഹിതരെയൊക്കെ തള്ളിക്കളയുന്നുണ്ടെങ്കിൽ ആ ബന്ധങ്ങൾക്ക് അറ്റുപോകാതെ കൂട്ടിച്ചേർക്കുവാനും അറ്റുപോയ ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടുവാനും അങ്ങനെ കൃപയിൽ സാഹോദര്യത്തിൽ മുമ്പോട്ട് പോകാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ നല്ല ബന്ധങ്ങൾ, നല്ല സുഹൃത്ത് ബന്ധങ്ങൾ, ആവശ്യഘട്ടങ്ങളിൽ കർത്താവ് അയക്കുന്ന നല്ല ബന്ധങ്ങൾ ഉണ്ടാകട്ടെ. അങ്ങനെ മക്കളുടെ ജീവിതം നല്ലൊരു സാമൂഹ്യ ജീവിതമായി മാറട്ടെ. ആമേൻ. പ്രിയ മാതാപിതാക്കളെ, ഈ സമയം നമ്മുടെ മക്കളെ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ശിരസിൽ കൈവച്ചും, അതിന് സാധിക്കാത്ത പക്ഷം അവരെ മനസ്സിലോർത്ത് അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, അവിടുന്ന് ദാനമായി നൽകിയ ഞങ്ങളുടെ മക്കളെ അവിടുത്തെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അപ്പനായ അമ്മയായ ഞാൻ എൻ്റെ മകനെ, എൻ്റെ മകളെ അനുഗ്രഹിക്കുന്നു. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ മക്കൾ സ്നേഹബന്ധങ്ങളെ എന്നും വിലമതിക്കുന്നവരാകട്ടെ. സ്നേഹിതരോട് ആത്മാർത്ഥത പുലർത്തുവാനുള്ള വിശാലത ഞങ്ങളുടെ മക്കൾക്ക് ഉണ്ടാകട്ടെ. അതുവഴിയായി കൃപയിലേക്കും സ്നേഹത്തിലേക്കും സഹായികളിലേക്കും ഞങ്ങളുടെ മക്കൾ വളർന്നു വരികയും ദൈവമേ അങ്ങനെ മഹത്വപ്പെടുത്തുവാൻ ഇടയാകട്ടെ. ആമേൻ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.